നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു കേമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് കുട്ടിക്കാലത്തെ പറ്റിയിട്ടൊക്കെ ഓർമ്മ വരുന്ന ഒരു റെസിപ്പി. ഒന്നുമില്ല, പുളിവെള്ളം ചാലിച്ചതുണ്ട്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലം, കാരണം ഇന്നത്തെ കുട്ടികളുടെ മാതിരിയൊന്നല്ല, ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കാനുള്ള അവസരമൊക്കെ, ആ ഭാഗ്യം, മഹാഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ പുളി ഇങ്ങനെ, നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, പുളിങ്ങ പറയും ഞങ്ങൾ. അതിങ്ങനെ ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് വലിയ വലിയ ഉരുളകളാക്കിയിട്ട് തട്ടുമ്പുറത്ത് വലിയ അണ്ടാവുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഉച്ചയ്ക്കൊന്നും മയങ്ങും. അമ്മൂമ്മയും മുത്തശ്ശി എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇടനാഴിയിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട്, വടക്കാകം തെക്കാകം വല്ല വീടാണ്. അപ്പോൾ അങ്ങനെ അവരവിടെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികളൊക്കെ പാടെ എന്ത് ചെയ്യാറിയോ, പതുക്കെ മണ്ടാതെ തട്ടുമ്പുറത്ത് കയറും. എന്നിട്ട് പുളിങ്ങെടുക്കും. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ അപ്പം ഇതിങ്ങനെ തോന്നും കേട്ടോ. എന്നിട്ട് പുളിങ്ങ എടുത്തിട്ട് ഞങ്ങൾ അതിൽ മുളകൊക്കെ ഉടച്ചിട്ട്, കാന്താരിയൊക്കെ ഇഷ്ടംമാരുണ്ടല്ലോ, അതിൻ്റെ ചുവന്ന മുളകൊക്കെ ഉടച്ചിട്ട് പുളിവെള്ളം ഉണ്ടാക്കും. എന്നിട്ട് കുടിക്കും. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഞങ്ങളേ. അപ്പോൾ അതേ ഒരു ഓർമ്മ ഇന്നിപ്പോൾ ഈ പുളിവെള്ളം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ഞാൻ ചോറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ രണ്ടൂട്ടം ഉണ്ടാക്കി. ഞങ്ങൾ പണ്ട് എങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അതേപോലത്തെ രണ്ടൂട്ടം പുളിവെള്ളമുണ്ട്. അപ്പോൾ സുഖമായിട്ട് അത് കൂട്ടിയിട്ടാണ് ഊണ് കഴിച്ചത്. അപ്പം നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. കുറേ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ. എന്നാലും വീഡിയോ കാണും, അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വായ്ക്ക് രുചിയില്ലാത്ത സമയത്ത്, രുചിയുള്ള സമയത്തും ആവാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ടൂട്ടം പുളി അരിച്ചതുകൊണ്ട് അതിൻ്റെ ഒപ്പം അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ വലിയ കോവയ്ക്ക കേട്ടോ. അപ്പോൾ ഇത് ഫ്രഷായിട്ട് അപ്പം തന്നെ കഴുകി വെച്ചതാണ് ഞാൻ. അപ്പോൾ ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു കോവയ്ക്കപ്പേരി മഠത്തിലുണ്ടാക്കുന്ന സ്റ്റൈലാട്ടോ. അതിൻ്റെ ഒപ്പം രണ്ടൂട്ടം പുളി അരിച്ചതും അത് കൂട്ടിയിട്ട് നൂണഴിക്കാം കേട്ടോ. ഇപ്പം ഞാൻ കണ്ടോ, നമ്മുടെ കോവയ്ക്കൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ പഴുത്ത മാതിരി ഉള്ളതുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ കളയാറില്ല, കാരണം വീട്ടിലുണ്ടായത് തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വല്ലാതെ വലിപ്പമുള്ളതാച്ചാൽ ഒന്ന് നടു കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം. ഈ കോവയ്ക്കപ്പേരി ഒന്നും ഉണ്ടാക്കുമ്പോൾ വല്ലാതെ വെള്ളമൊന്നും ഒഴിച്ചുണ്ടാക്കരുത് കേട്ടോ. അതുമാതിരി നാളികേരമൊക്കെ ഇട്ട് തോരന്മാരി വയ്ക്കും, പല ടൈപ്പും വയ്ക്കുമല്ലോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ളത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച പച്ചമുളക്, അതേപോലെ ഞാൻ പറഞ്ഞില്ലേ സവാളയുടെ കുഞ്ഞുള്ളി കിട്ടുന്ന ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അതും അതേ വല്ലാതെ ചെറുതാക്കിയിട്ടൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇത് നമ്മളെന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇവിടെ വയ്ക്കുക. നമുക്ക് വേറെ പണിയെടുക്കാമല്ലോ. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കാണാം. ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. ഞാൻ പറയാറില്ലേ, കഷ്ണം നുറുക്കുന്നതിലൊക്കെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. നീളത്തിൽ നുറുക്കിയാലും വട്ടത്തിൽ നുറുക്കിയാലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചതുരത്തിൽ അരിഞ്ഞാലും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും, നമ്മളിപ്പോൾ ക്യൂബ് ഷേപ്പൊക്കെ ചിലപ്പോൾ നമ്മളെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, അരി കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടും അച്ചൊക്കെ, പല ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓരോ ഷേപ്പിലുണ്ടാക്കുമ്പോഴും ഓരോ ടേസ്റ്റാണ്. നിങ്ങൾ നോക്കി നോക്കൂ, ഞാൻ വെറുതെ പറയാച്ചാ. ഇനി ഇതിവിടെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും ആ ഉപ്പെന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചെറിയൊരു നനവൊക്കെ ആവും. അതുപോലെ തന്നെ ഉപ്പ് പിടിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നു. കുറച്ച് ഒരു 5-6 ഞാൻ പറഞ്ഞു വലിയ ഉള്ളിയുടെ കുഞ്ഞുള്ളിയാണ് അത്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ കണ്ടോ, ഒന്ന് നന്നായിട്ട് വാടി വന്നാൽ മതി. ചുവന്ന കളറൊന്നാവണ്ട. നമ്മൾ ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ, ആ കോവയ്ക്ക് നമുക്ക് വേവിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഒന്ന് അങ്ങോട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അവിടെ ഇരിക്കട്ടെ.
ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഒന്നുകൂടി ഇരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ വീഴാനുണ്ട്, അത് കിടന്നിട്ട് തന്നെ ആയിക്കോളും. അപ്പോൾ ഈ കോവയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കി നോക്കൂ. മാത്രമല്ല എനിക്കൊക്കെ വല്ലാതെ വേവിച്ച് അളിപിളീന്നാക്കാതെ ഇട്ടോ ഇഷ്ടം കോവയ്ക്കൊക്കെ. ഒന്നും കൂടി ഇരിക്കട്ടെ കേട്ടോ. തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട്. കായും ചേനയൊക്കെ വെച്ചാൽ ഇങ്ങനെ കുഴകുഴാന്നായി നല്ല ടേസ്റ്റാണ് അല്ലേ. പക്ഷേ ഇതിങ്ങനെ വല്ലാതെ കുഴഞ്ഞാൽ വലിയൊരു പൊടുത്തല്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഏകദേശം എത്ര മതി. ഇനി അവസാനമായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മതി, അധികമൊന്നും വേണ്ട, സാമ്പാർ പൊടി. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ സാമ്പാർ പൊടി ഉണ്ടാക്കി നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നന്ദി. ഉണ്ടാക്കി നോക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് കേട്ടോ. അത്ര മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ സാമ്പാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അങ്ങനെ വന്നാൽ പറ്റില്ല. ഇനി 10 മിനിറ്റും കൂടി ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം പാകമാണ്. അപ്പോൾ ഇതേപോലെ ഒരു 10 മിനിറ്റ് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ വെട്ടി വെച്ചതിന് ശേഷം കരിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ഇട്ടിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. അതുമാതിരി അവസാനം മേമ്പൊടിയായിട്ട് ഇങ്ങനെ ഒരു വട്ടം ചേർത്ത് വെക്കൂ. വല്ലാത്ത ടേസ്റ്റാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. അടുത്തത് പുളിയരിച്ചതാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. തന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കാണാമല്ലോ. എനിക്ക് എന്തായാലും ഇന്നിവിടെ ഇതാണേ. അപ്പോൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. കുഞ്ഞുള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അസലായിട്ടുണ്ട് നന്നായിട്ടങ്ങോട്ട് ഇടിക്കുക തന്നെ. കണ്ടോ, നന്നായിട്ട് ഇടിക്കുക. കണ്ടോ, ഇങ്ങനെ മതി. സമ്മന്തി പോലെ അരിയുന്നരുത് കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. കണ്ടോ, ഈ ഒരു പരുവം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഓൾറെഡി ഞാൻ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പുളി എടുത്തിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാ സത്തും അതിൻ്റെ കിട്ടും. കണ്ടോ, ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്, എന്തായാലും തികയാതിരിക്കണ്ടല്ലോ. അപ്പോൾ ഉപ്പുണ്ടോയെന്ന് അടിപൊളി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എന്നാലും കിടക്കട്ടെ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതാണ്. ഞാൻ സാധാരണ ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അടുത്ത ടൈപ്പെന്ന് പറയുന്നത് ഞാനിതാ കുഞ്ഞുള്ളി കുറച്ച് നുറുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ മുളക് വറുത്തെടുക്കുമ്പോൾ അതേമാതിരി നല്ലോണം കളറ് മാറണം കേട്ടോ. ഇങ്ങനെ കണ്ടോ, പൊടിക്കാൻ എളുപ്പത്തിനാണ് കളറ് മാറണം. ഇതൊന്നുകിൽ കൈകൊണ്ട്, അല്ലെങ്കിൽ ഇത് നല്ല എരിയുള്ള മുളക് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ആക്കണില്ല. ഇങ്ങനെ ഇതാ മിക്സിയിൽ ജാറുണ്ട്, അതിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ചതച്ച് കൊണ്ടുവന്നത് ഇതാ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളം കുറച്ചധികം ഉണ്ടാക്കി 2 ലിക്ക് വേണമല്ലോ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പൊക്കെ പോരെ നോക്കണം. ഹായ്, ഉപ്പ് വേണം. ഉപ്പ് കുറച്ചുകൂടി വേണം. ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, മറ്റേലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് കുറച്ച് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മതി. ഉഷാർ. ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? കൊണ്ടുപോവാ പറയില്ലേ? കണ്ടോ?
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ ഇത് മൂന്നും. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കോവയ്ക്ക ഉപ്പേരി, മെഴുക്കുവരട്ടി ഒക്കെ പറയാം, നമ്മുടെ പുളിയാലിച്ചത് ഒരു കൂട്ടം, ചുട്ട മുളകിൻ്റെ വേറൊരു കൂട്ടം. അപ്പോൾ നമുക്ക് ഉരുട്ടാം. ഇരിക്കട്ടെ, പുളിയാലിച്ചത് വേറെ ഉണ്ട് ഉണ്ടോ, ഇതിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിരിക്കുകയായിരുന്നു. ഹായ്, ആദ്യം അത് കൂട്ടിയിട്ടൊന്ന് ഉരുട്ടാം കേട്ടോ. ഇത് മാത്രം കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചോളൂ. അത് ഞാൻ കഴിച്ചു കേട്ടോ. കുറച്ച് മുളക് ഉടച്ചതും കോവയ്ക്കും കൂടി എടുക്കാം. കുറച്ചുണ്ട്. അപ്പോൾ ഇന്ന് 2 ഉരുള എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ ഈ കിടിലൻ പുളിവെള്ളത്തോടു കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കോവയ്ക്കപ്പേരി ഉണ്ട്, അതും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് ടാറ്റാ.